നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ചതയം നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമാണ്. അസുരഗണത്തിൽ പെടുന്ന ഈ നക്ഷത്രക്കാർ സ്വതവേ വിശാല മനസ്കരും അതുപോലെ വളരെയധികം ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പുലർത്തുന്നവരും വളരെ മനഃശാന്തി ഉള്ളവരും അതുപോലെ തന്നെ വളരെ കഠിന പ്രയത്നിക്കുന്നവരും ഏതൊരു വിഷമഘട്ടത്തിൽ നിന്നും ഉയരാൻ ശ്രമിക്കുന്നവരും കുടുംബത്തെ നല്ലോണം സ്നേഹിക്കുന്നവരും സഹോദരന്മാരും മാതാപിതാക്കളോടും വളരെയധികം സ്നേഹവും ആദരവും അതുപോലെ കുടുംബത്തിൽ എല്ലാവരോടും വളരെ സ്നേഹപ്രകടനങ്ങൾ സ്നേഹത്തോടു കൂടി പെരുമാറുന്നവരും ആയിരിക്കും. ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ അധികം പ്രയത്നിക്കുമെങ്കിലും ചില സമയങ്ങളിൽ അത് വിജയിച്ച് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർ ഏതൊരു കാര്യത്തിലും അതിൻ്റെ എല്ലാ വശങ്ങളും, അതായത് നിയമപരമായിട്ടായാലും ശാസ്ത്രീയപരമായിട്ടായാലും ഒരു ജോലി ഏതെല്ലാം വിധത്തിൽ നല്ല രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കഠിന പരിശ്രമം ചെയ്യുമെങ്കിലും ചില ഘട്ടങ്ങളിൽ ഇവർ അവസാനം വരുമ്പോൾ പരാജയപ്പെട്ടു പോകും. അതിന് പ്രധാനമായിട്ടും ഇവർക്ക് വലിയ സൗഹൃദ വലയങ്ങളുണ്ടാവും. ഒരുപാട് പേരായിട്ട് ഇവർക്ക് ആത്മബന്ധം പുലർത്തുന്നവരും നല്ല ഒരു റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് ഉണ്ടാക്കുന്ന വ്യക്തികളും ആണ്. അതുപോലെ തന്നെ ഇവർക്ക് ശത്രുക്കളും എതിരാളികളും ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ കാരണത്താൽ തന്നെ അവർക്ക് ചില അവസരങ്ങളിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മനോവിഷമം ഉണ്ടാവും. എന്നിരുന്നാലും ജീവിതത്തിൽ വലിയ കഷ്ടതകൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും അവരനുഭവിക്കില്ലെങ്കിലും മറ്റുള്ളവരെ അനുകൂലിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള കുടുംബാംഗങ്ങളിൽ നിന്നോ ഒക്കെ സഹായങ്ങൾ കൈപ്പറ്റി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഇവർ ആരോഗ്യപരമായിട്ടും ചില പ്രശ്നങ്ങൾ ഇടവിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഈശ്വര വിശ്വാസമുണ്ടെങ്കിലും അന്ധമായി ഒന്നിലും വിശ്വസിക്കാത്തവരും അതുപോലെ കണ്ട് പ്രീതിപ്പെട്ടെങ്കിൽ മാത്രം വിശ്വസിക്കുന്നവരും മറ്റൊരാൾ പറഞ്ഞത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും ചെയ്യാത്തവരും എല്ലാം നമ്മൾ പറയുന്നതെല്ലാം വളരെ ക്ഷമയോടെ കേട്ട് അനുസരിക്കും, അത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചാലും അവർക്ക് ഏതാണോ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യൂ. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എങ്കിലും ഇവർ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. നന്ദി, നമസ്കാരം.